ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ക്രാഫ്റ്റ് നമ്പർ 8 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ബഡ്സ് ഒന്നുമല്ല. ഇതൊരു പാക്കറ്റിന് 100 നമ്പേഴ്സ് ഉള്ള ഒരു പാക്കറ്റിന് 22 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഞാനത് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. 15 എണ്ണമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനൊരു 3 ബഡ്സ് എടുത്തിട്ട് ഞാൻ പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ്. നടുക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ ബാക്കി ഒരു 12 ബഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ആ ഒരു കോട്ടനുള്ള ഒരു പോർഷൻ മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 12 എണ്ണം ഇങ്ങനെ ഇതുപോലെ 2 സൈഡുള്ള ബഡ്സ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 എണ്ണം ഇതുപോലെ പകുതിയാക്കിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു ബഡ്സിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബഡ്സിൻ്റെ ആ ഒരു കോട്ടൻ്റെ പോർഷൻ മാത്രം, അപ്പോൾ അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെ തന്നെ അതുപോലെ ഒന്നും കൂടി ഒന്നിങ്ങനെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ 2 സൈഡിലും. അപ്പോൾ അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ അകത്ത് 4 ഇങ്ങനെ ആ ഒരു കുഞ്ഞു ഇതില്ലേ ബഡ്സിൻ്റെ ആ ഒരു കോട്ടൻ്റെ പോർഷന്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പെറ്റൽ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബഡ്സിൻ്റെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ഒരു 4 എണ്ണം വീതം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു 6 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6 പെറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഒരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമ്മൾ സ്നോഫ്ലേക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ, കട്ടിയുള്ള ഒരു പേപ്പർ, അപ്പോൾ അങ്ങനെയുള്ളൊരു പേപ്പർ ഒരു കുഞ്ഞ് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പീസ് ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വേറൊന്ന്, പിന്നെ അതിൻ്റെ ഇങ്ങനെ ചെറിയൊരു ഇടതുവശത്തായിട്ട് വേറൊന്ന്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫ്ലവർ പോലെ ഒരു 6 പെറ്റൽ വരുന്ന രീതിയിലൊന്നിങ്ങനെ ഈ ഒരു ബഡ്സിൻ്റെ ആ ഒരു പെറ്റലൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ റൗണ്ടായിട്ടുള്ള ഒരു പീസിൻ്റെ മേലെ നമ്മൾ ഒരു 6 പെറ്റൽ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ ഒരു കറക്റ്റ് സ്നോഫ്ലേക്സിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ ഇളകി പോവാതിരിക്കാനും കുറച്ചുകൂടി ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 6 പെറ്റൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ വേറൊരു പീസ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ റൗണ്ട് ഷേപ്പിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഹെക്സഗണൽ ഷേപ്പായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഒരു നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം ഞാൻ ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണതാണ് കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുക, നമ്മൾ ഈ സ്നോഫ്ലേക്സിലൊക്കെ കാണുക. പിന്നെ ഞാനിവിടെ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ടൊന്നും ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പിങ്ക് കളർ ഒരു പൈപ്പ് പോലെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ ആ ഒരു ബഡ്സിലും അതിൻ്റെ ഒരു ബാക്ക് സൈഡിലും എല്ലായിടത്തും നമ്മളൊന്നിങ്ങനെ പെയിൻറ്റ് അടിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആ ഒരു സ്നോഫ്ലേക്സ് മുഴുവനായിട്ട് നല്ലൊരു വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇടാൻ പോവാണ്. അപ്പോൾ ഇത് സിൽവർ കളർ ഇങ്ങനെ നല്ല ഡസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഗ്ലിറ്റർ പൗഡറാണ്. ഈ ഒരു 10ന് 30 റുപ്പീസാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പാണ്, അത് അത്രയ്ക്കും നൈസായിട്ടുള്ള ഒരു പൗഡറാണുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നടുക്ക് നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടൊന്നിങ്ങനെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബഡ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷന് വൈറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ഗ്ലിറ്റർ ഇടുന്നതിൻ്റെ മുമ്പ് ആ ഒരു കോട്ടൻ്റെ മേലെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലിറ്റർ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു അധികമുള്ള ആ ഒരു ഗ്ലിറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കളഞ്ഞ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു സ്നോഫ്ലേക്സ് പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്നോഫ്ലേക്സ് കാണാൻ. നമുക്കിങ്ങനെ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനും അതുപോലെ ബോട്ടിൽസിലൊക്കെ ഒട്ടിക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ബഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രിസ്മസ് സ്നോഫ്ലേക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ട്രീയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.